രാജിയായത് സ്വയാധികാരം. സത്യദീപം എഡിറ്റോറിയൽ. സീറോ മലബാർ സഭയുടെ മൂന്നാമത്തെ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കാർഡിനൽ ആലഞ്ചേരി വിരമിച്ചു. നേരത്തെ 2 വട്ടം വത്തിക്കാന് സമർപ്പിച്ച രാജി ആവശ്യം മാർപ്പാപ്പ ഒടുവിൽ സ്വീകരിച്ചതിനാൽ സംഭവിച്ചതാണ് ഇപ്പോഴത്തെ സ്ഥാനത്യാഗം. പൗരസ്ത്യ സഭാ നിയമം കാനൻ 127 പ്രകാരം പുതിയ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം ഏറ്റെടുക്കുന്നതുവരെ കൂരിയ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ സീറോ മലബാർ സഭയുടെ അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിക്കും. സീറോ മലബാർ സഭയെ ആഗോള മിഷണറി സഭയായി വളർത്തി ഒരു വ്യാഴവട്ടക്കാലം പരമാധ്യക്ഷ ശുശ്രൂഷ പൂർത്തിയാക്കി മാർ ജോർജ് ആലഞ്ചേരി മടങ്ങുമ്പോൾ അത് അപ്രതീക്ഷിതമല്ലെങ്കിലും രാജി സ്വീകരിച്ച രീതിയും അത് പ്രഖ്യാപിച്ച വിധവും അസാധാരണമായി. ഇന്ത്യക്കകത്തും പുറത്തുമായി 35 രൂപതകളിലായി 50 ലക്ഷത്തിലധികം വിശ്വാസികളുടെ മേൽനോട്ട ചുമതലക്കാരനെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സ്വകാര്യ മുറിയിലേക്ക് ക്ഷണിച്ചു വരുത്തി ഇന്ത്യയുടെ വത്തിക്കാൻ പ്രതിനിധി രാജി ആവശ്യം അംഗീകരിച്ചതായുള്ള വത്തിക്കാന്റെ സ്ഥിരീകരണം കൈമാറിയത് അസാധാരണവും ഒരു പരിധിവരെ അനുചിതവുമായ നടപടിയായിപ്പോയി എന്ന വിമർശനമുണ്ട്. ഡിസംബർ 7 വൈകിട്ട് 4:30 കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെ സഭാകാര്യാലയത്തിൽ വെച്ച് ക്ഷണിക്കപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് ഔപചാരികമായി രാജിക്കാര്യം പ്രഖ്യാപിക്കുമ്പോൾ കൂരിയ ബിഷപ്പൊഴികെ സഭയിലെ പിതാക്കന്മാരുൾപ്പെടെ ഉന്നതരൊന്നും സന്നിഹിതരായിരുന്നില്ല എന്നതും മറ്റൊരു കൗതുകമായി. ഹൈറാർക്കി ശതാബ്ദി സ്മരണവേളയിലാണ് രാജി എന്നതും ശ്രദ്ധേയം. കഴിഞ്ഞ 6 വർഷത്തിലധികമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലും സഭ മുഴുവനിലുമായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും തന്റെ രാജി പ്രഖ്യാപനത്തിന് പശ്ചാത്തലമായി എന്ന് തുറന്നു സമ്മതിച്ച സഭാധ്യക്ഷൻ, പക്ഷേ അത് യഥാവിധി പരിഹരിക്കുന്നതിൽ താനും നേതൃത്വം നൽകിയ സിനഡും പരാജയപ്പെട്ടത് പ്രധാന കാരണമായി സമ്മതിച്ചിട്ടില്ല. ഭൂമി വിവാദവും കുർബാനയർപ്പണത്തർക്കവും വലിയ സംഘർഷങ്ങളിലേക്ക് വളർന്ന് തെരുവുയുദ്ധത്തോളം എത്തിയിട്ടും ഉത്തരവാദിത്വപ്പെട്ടവരുടെ കുറ്റകരമായ മൗനവും അനങ്ങാപ്പാറ നയവും കാര്യങ്ങളെ അസാധാരണമാം വിധം വഷളാക്കിയെന്നു മാത്രമല്ല, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴത്തിന്റെ ദയനീയ പിന്മാറ്റമുൾപ്പെടെയുള്ള സങ്കീർണതകളിലേക്ക് അത് വളരുകയും ചെയ്തു. ധാർഷ്ട്യത്തെ ധൈര്യമായി തെറ്റിദ്ധരിച്ച് അടിച്ചൊതുക്കിയും അടിച്ചമർത്തിയും പ്രശ്നം പരിഹരിക്കാമെന്ന് സഭാ നേതൃത്വം ചിന്തിച്ചു തുടങ്ങിയിടത്തു തന്നെയാണ് പിഴവുകളുടെ ആദ്യപടി. സംഭാഷണത്തിന്റെയും സമവായത്തിന്റെയും സുവിശേഷ വഴികളെ നിരന്തരം അവഗണിക്കുന്നത് ഔപചാരികമായപ്പോൾ വത്തിക്കാന് പ്രതിനിധിയെപ്പാലും പാതി വഴിയിൽ അപമാനിതനായി മടങ്ങുന്നതും സഭാധ്യക്ഷന്റെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെയും രാജിയോളം അത് വലുതാകുന്നതും കണ്ടു. ഏകീകൃത കുർബാനയർപ്പണ തീരുമാനം എടുത്ത രീതിയും ശൈലിയും സഭാവിരുദ്ധവും സുവിശേഷവിരുദ്ധവുമാണെന്നറിവിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട സിനഡ് അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം കത്തുവഴി മാർപ്പാപ്പയെ ഏൽപ്പിച്ചതോടെയാണ് സ്വയാധികാര സഭയുടെ സ്വയം നിർണയാവകാശം ആദ്യമായി അടിയറ വയ്ക്കപ്പെട്ടത്. 9-അംഗ സിനഡൽ കമ്മിറ്റിയുമായി വൈദിക പ്രതിനിധികൾ നടത്തിയ ചർച്ചകൾ എങ്ങുമെത്താതെ പോയതിനു പുറകിലും ലിറ്റർജി വിഷയത്തിൽ അധികാരം നഷ്ടപ്പെടുത്തിയ സിനന്റെ വീഴ്ച തന്നെയാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. 1896 വത്തിക്കാനോട് പൊരുതി നേടിയ നാട്ടുമെത്രാൻ സ്ഥാനവും അതിന്റെ തുടർച്ചയായി 1923 അനുവദിച്ച് കിട്ടിയ ഹൈറാർക്കിയും അപ്രസക്തമെന്ന് തോന്നിപ്പിക്കും വിധം റോമിന്റെ അസാധാരണ ഇടപെടലുകൾക്ക് സമകാലിക സീറോ മലബാർ സഭ നിസ്സഹായയായി സാക്ഷ്യം വഹിക്കുമ്പോൾ സ്വയം കൃതാനർത്ഥം എന്നല്ലാതെ മറ്റെന്തു പറയാൻ? അതേസമയം 400-ലധികം വൈദികരും 50,000-ത്തിലധികം വിശ്വാസികളും ജനാഭിമുഖ ദിവ്യബലിയിൽ ഒരുമിച്ച് അണിനിരന്ന് ആഘോഷമാക്കിയ ഹൈറാർക്കി സ്ഥാപനാനുസ്മരണം അക്ഷരാർത്ഥത്തിൽ അതിരൂപതയുടെ മനസ്സു തുറന്ന അനുഭവമായി. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കു വേണ്ടി പുതുതായി നിയമിതനായ അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ അതിരൂപതയ്ക്കും സഭാ നേതൃത്വത്തിനും അപരിചിതനല്ല. പ്രത്യേക സിനഡിന്റെ പ്രധാന തീരുമാനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വ്യക്തി എന്ന നിലയിൽ സംഭാഷണങ്ങളുടെ സമവായ വഴികളിലേക്ക് എല്ലാവരെയും ഒന്നിച്ചു നയിക്കാന് മാർ ബോസ്കോ മെത്രാൻ സാധിക്കട്ടെ. വസ്തുതാപരമായ പിശകുകൾ കൊണ്ടും സിനഡാത്മകമല്ലാത്ത സമീപനങ്ങൾ കൊണ്ടും വിവാദമായ മാർപ്പാപ്പയുടെ അതിരൂപതയ്ക്കു വേണ്ടിയുള്ള വീഡിയോ സന്ദേശത്തിന്റെ കാതൽ പക്ഷേ അനുരഞ്ജനത്തിനുള്ള ആഹ്വാനമാണ്. എന്നാൽ സത്യത്തെ അവഗണിച്ചുകൊണ്ടുള്ള അനുരഞ്ജനം പൂർണ്ണമായ ഐക്യത്തിലേക്ക് എത്തിക്കുകയില്ലെന്നതാണ് അനുഭവം. ഒന്നിച്ചു നടക്കുകയെന്നാൽ ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങുകയെന്നാണോ? തെറ്റുപറ്റിയാൽ തിരുത്തണം. പകരം തെറ്റ് ചൂണ്ടിക്കാട്ടിയവരെ തിരിച്ചു നിർത്തുകയല്ല വേണ്ടത്. മാർപ്പാപ്പയ്ക്കും തെറ്റുപറ്റാം,
എന്ന് ഈയിടെ അഭിപ്രായപ്പെട്ടത് തെറ്റിനും ശരിക്കുമിടയിൽ ദീർഘകാലം നിയമപരമായി സഞ്ചരിച്ച ഉന്നത ന്യായാധിപനാണ്. സഭയിലെ കലഹങ്ങൾ ഒരു പരിധിവരെ നിർമ്മിക്കപ്പെട്ടവയാണെന്ന് എല്ലാവർക്കും അറിയാം. സ്ഥാനത്യാഗം കൊണ്ടോ പിന്മാറ്റം കൊണ്ടോ പരിഹരിക്കപ്പെടാവുന്ന അത്ര ലളിതവുമല്ല കാര്യങ്ങൾ. അനുരഞ്ജിതരായി തുടങ്ങേണ്ട ബലിയർപ്പണത്തിലെ ഏകീകരണത്തിനുവേണ്ടി ഐക്യം തകർത്തതെങ്ങനെയെന്ന് സത്യസന്ധമായി പറഞ്ഞു തുടങ്ങുന്നിടത്താണ് സംഭാഷണാരംഭം. അത് സംവാദത്തിന്റെ സൗഹാർദ്ദവേദികളെ അർത്ഥപൂർണമാക്കും. ഒച്ചവച്ചും ഒപ്പിടുവിച്ചും ഉണ്ടാക്കിയെടുക്കുന്ന ഐക്യത്തിന്റെയല്ല, ഹൃദയങ്ങളെ ചേർത്ത് നിർത്തുന്ന സത്യശുശ്രൂഷകരുടേതായി സപുലട്ടെ. വിണ്ണ് മണ്ണിലേക്കിറങ്ങിയതിന്റെ ഓർമ്മയാണ് ക്രിസ്മസെങ്കിൽ വൈവിധ്യങ്ങളുടെ അപരിചിതത്തെ ആശ്ലേഷിക്കുന്ന മനുഷ്യാവതാര സന്ദേശം നമ്മുടേതാകട്ടെ.